പ്രണയനിലാവ്. രചന അവതരണം മിത്രവിന്ദ. ശിവയാണെങ്കിൽ ഏട്ടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീപ്രിയ ഇറങ്ങിപ്പോയ കാര്യമാണ് രണ്ടാളുടെയും വിഷയം. നേരെ ഒരുപാടായെങ്കിലും ബ്രഹ്മമംഗലം തറവാട്ടിൽ ആരും ഉറങ്ങിയിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊന്നൊന്നായി അരങ്ങേറിയത്. അമ്മുക്കുട്ടിയമ്മയും ശ്രീദേവിയും ഒക്കെ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും വൃന്ദയെ സമാധാനപ്പെടുത്താൻ മാത്രം അവർക്ക് കഴിഞ്ഞില്ല. അവൾ ആകെ മരവിച്ച അവസ്ഥയിൽ തന്നെയാണ്. വീട്ടിൽ നിന്നും എത്തിയ പാടെ മുറിയിലിരുന്ന് കരയാൻ തുടങ്ങിയതാണ്. ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഏടത്തി ചെന്നിട്ട് പലതവണ വൃന്ദയെ വിളിച്ചു. അവൾ പക്ഷേ വിശപ്പ് തീരെയില്ല എന്നു പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയി. കണ്ണ, നീ ചെന്നിട്ട് വൃന്ദമോളെ കൂട്ടിക്കൊണ്ട് ഈ ആപ്പിളെങ്കിലും ഒന്ന് കഴിപ്പിക്ക്. അല്ലാണ്ട് ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ മോനെ? മുകളിലേക്ക് പോകുവാനായി വന്ന് ശിവയെ നോക്കി അമ്മുക്കുട്ടിയമ്മ പറഞ്ഞു. ഒപ്പം അവരുടെ കയ്യിലിരുന്ന 2 ആപ്പിൾ അവനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഒന്ന് അമർത്തി മൂളിയ ശേഷം ശിവ സ്റ്റെപ്സ് ഒന്നൊന്നായി കയറി മുകളിലേക്ക് പോയി. പോകേണ്ടവൾ പോയി. അതിന് ഈ കുട്ടി ഇങ്ങനെ വിലപിച്ചിട്ട് എന്നതാ കാര്യം? അമ്മ പറയുന്നതവൻ കേട്ടു. റൂമിലെത്തിയപ്പോൾ കിടക്കയുടെ തലയ്ക്കലായി ചുരുണ്ടുകൂടി മുട്ടിന്മേൽ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ് വൃന്ദ. അവൻ ഡോറടച്ച് ലോക്ക് ചെയ്തിട്ട് വൃന്ദയുടെ അടുത്തേക്ക് വന്നു. അവളുടെ തോളിൽ തട്ടിയതും വൃന്ദ മുഖമുയർത്തി. കരഞ്ഞു തളർന്നൊരു പരുവമായിട്ടുണ്ടായിരുന്നു അവൾ അപ്പോഴേക്കും. എടോ, താനിങ്ങനെ കരഞ്ഞു നിലവിളിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കുറച്ചു മുന്നേ ചേട്ടത്തെയും അനിയത്തിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം കഴിഞ്ഞപ്പോൾ മുതൽ വൃന്ദ വീണ്ടും സങ്കടത്തിലാണ്. ഇത് കഴിക്ക്. അവൻ അമ്മ തന്നുവിട്ട ആപ്പിള് അവളുടെ നേർക്ക് നീട്ടി. വേണ്ടാഞ്ഞിട്ടാ കണ്ണേട്ടാ, ഒന്നും തോന്നില്ല. വൃന്ദ സാവധാനം പറഞ്ഞുകൊണ്ട് കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. പെട്ടെന്ന് അവൻ അവളുടെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് അവളെ അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. എന്നിട്ട് അവളുടെ വയറിൽ കൂടി അവൻ്റെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള നീക്കമായതിനാൽ വൃന്ദ പേടിച്ചു പോയി. ഇടം കൈകൊണ്ട് വയറിൽ ചുറ്റിപ്പിടിച്ച് വലങ്കൈ ഉപയോഗിച്ച് അവളുടെ അഴിഞ്ഞു വീണ കിടന്ന കാർക്കൂന്തൽ വകഞ്ഞു മാറ്റി ഇടതുവശത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് അവൻ അവളുടെ പിൻകഴുത്തിൽ തൻ്റെ ചുണ്ടമർത്തി. എഴുന്നേറ്റു മാറാനാവുന്നത്ര ശ്രമിച്ചെങ്കിലും ശിവ അതിനനുവദിച്ചില്ല. വേണ്ട, ഒരു ബലപ്രയോഗമൊന്നും വേണ്ട. മര്യാദയ്ക്ക് അടങ്ങിയിരുന്നെങ്കിലേ ദേ ഈ കൈ ഇങ്ങനെ ഇങ്ങോട്ട് കയറിപ്പോരും. പിന്നത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ. അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്ന കൈ സാവധാനം അവൻ മുകളിലേക്ക് നീക്കിക്കൊണ്ട് പറഞ്ഞു. വൃന്ദ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ കയറി മുറുക്കി പിടിച്ചു. കണ്ണേട്ട പ്ലീസ്, ആപ്പിൾ കഴിക്കു കൊച്ചേ, എന്നിട്ടല്ലേ ബാക്കി. സത്യമായിട്ടും എനിക്കൊന്നും വേണ്ടാത്തോണ്ടാ. എന്നെ നിർബന്ധിക്കരുത് കണ്ണേട്ട. അവൾ കെഞ്ചി. നിർബന്ധിക്കില്ല, അങ്ങ് കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ നീ ഇന്ന് ഇതുപോലെ എൻ്റെ മടിയിലിരിക്കും. എത്ര നേരം വേണമെങ്കിലും ഇരുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ സഞ്ചാരപാത മാറിയെങ്കിൽ എന്നോടൊന്നും പറയാൻ പോലും അവസരം ലഭിച്ചെന്ന് വരില്ല. പറയുന്നതിനൊപ്പം ഒന്നുകൂടെ ശിവ അവൻ്റെ കൈയൊന്ന് മുകളിലേക്ക് നിരക്കി. കണ്ണേടൊന്ന് വിട്ടേ, എന്നിട്ട് ഞാൻ പറയുന്ന കേൾക്ക്. പറയുന്നതൊക്കെ കേൾക്കാം, പക്ഷെ ആദ്യം ഈ ആപ്പിൾ 2 താൻ കഴിച്ചു തീർക്കണം. ഇനിയിപ്പോൾ ആപ്പിൾ വേണ്ടെങ്കിൽ നമുക്ക് താഴെ പോയി ചോറ് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ട്. എന്തു വേണമെന്ന് താൻ തീരുമാനിക്ക്. ശിവ അവൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. കണ്ണിട്ട് കഷ്ടമുണ്ട്. ഒരു കഷ്ടവുമില്ല, മര്യാദയ്ക്ക് കഴിച്ചാൽ മതി. ഒടുവിൽ യാതൊരു ഗത്യന്തരവുമില്ലാതെ വൃന്ദ ആപ്പിൾ കഴിക്കാൻ തുടങ്ങി. അവളുടെ ശരീരത്തിന് ഏതോ ഒരു ഭ്രമിപ്പിക്കുന്ന സുഗന്ധമായിരുന്നു. അതങ്ങനെ അവൻ്റെ അന്തരാത്മാവിൽ ലയിച്ചു തുടങ്ങിയ നിമിഷം ശ്വാസമൊന്ന് എടുത്തു വലിച്ചുകൊണ്ട് ശിവ അവളുടെ ആ ഗന്ധം നുകർന്നപ്പോൾ വൃന്ദയാണെങ്കിൽ ഒന്നും മേലാത്ത അവസ്ഥയിലാണ്. പെട്ടെന്ന് തന്നെ അവളത് കഴിച്ചു തീർത്തു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് പോകാൻ സാധിക്കും. അതുകൊണ്ടാണ് അവൾ കഴിച്ചു തീർത്തത്. കഴിച്ചു കഴിഞ്ഞു പറഞ്ഞുകൊണ്ട് എഴുന്നേക്കാൻ തുടങ്ങിയതും അവൻ്റെ പിടുത്തം പിന്നെയും മുറുകി വന്നു. ഇടം കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചവൻ വലം കൈ കൂടിയെടുത്ത് വട്ടത്തിൽ ചുറ്റി. എന്നിട്ട് അവളുടെ അനാവൃതമായ പിൻകഴുത്തിൽ വീണ്ടും അവൻ്റെ അതിരം കൊണ്ട് ഒന്ന് അമർത്തി മുത്തി. കണ്ണേട്ട, ഇത്തിരി ബലത്തിൽ പിന്നിലേക്ക് തിരിഞ്ഞു വന്നിട്ട് വൃന്ദ അവനെ ദേഷ്യത്തെ നോക്കി. ചുണ്ട് കൂർപ്പിച്ച് നോക്കുന്നവളെ കാണും തോറും അവന് പിന്നെയും കുസൃതി. അവളുടെ കവിൾത്തടത്തിൽ അവൻ തൻ്റെ കവിളുകൊണ്ട് ഉരസി മാറിയപ്പോൾ വൃന്ദ ഒരു പ്രകാരത്തിൽ ചാടി എഴുന്നേറ്റു. കൂടുന്നുണ്ട് കേട്ടോ, ഇതൊന്നും ഒരു എഗ്രിമെൻറ്റിലും പറഞ്ഞിട്ടില്ല, ഓർമ്മ വേണം.
ദഹിപ്പിക്കും മട്ടിൽ പറഞ്ഞ ശേഷം അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി. അല്പം കഴിഞ്ഞ് വൃന്ദ തിരിച്ചിറങ്ങി വന്നപ്പോൾ ശിവ ബെഡ്ഷീറ്റൊക്കെ നല്ല വൃത്തിയാക്കി വിരിച്ചിടുവാണ്. ഞാൻ ചെയ്തോളാം കണ്ണേട്ട, അങ്ങ് മാറിക്ക്, അവൾ പറഞ്ഞുവെങ്കിലും ശിവ അതൊക്കെ നല്ല നീറ്റാക്കി ഇട്ട ശേഷമാണ് വൃന്ദയെ നോക്കിയത്. നീ ഇവിടെ അനുജത്തിയും വീട്ടുകാരെ ഓർത്ത് പട്ടിണി കിടന്നു. അവരൊക്കെ നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങിക്കാണും. അവളെ നോക്കി ഗൗരവത്തിൽ പറയുകയാണ് ശിവ. ഇതൊക്കെ കണ്ണേട്ടനോട് ആരാ പറഞ്ഞേ? എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അറിയാം, അതും നിനക്ക്. നീ ഒരു പൊട്ടിപ്പെണ്ണാണ് വൃന്ദ, വെറും ഒരു പൊട്ടിപ്പെണ്ണ്. അതെ, അതുകൊണ്ടാണല്ലോ ഇന്ന് നിങ്ങളുടെ ഒപ്പം ഈ മുറിയിൽ നിൽക്കേണ്ടി വന്നത്. അക്കാര്യത്തിലൊരു തീർപ്പ് കൽപ്പിച്ചിട്ടേ ഇനി ബാക്കി കാര്യമുള്ളൂ. വന്നേ, തന്നോട് ഡീറ്റെയിൽ ആയിട്ട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും പറയാനില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്. ഇത്തിരി കഴിഞ്ഞുറങ്ങിയാൽ മതി. ഇപ്പം ഞാൻ പറയുന്നതനുസരിച്ച് വാ. ശിവ അവളെയും കൂട്ടിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി. അച്ഛനും അമ്മയും അനുജത്തിയും ഇവർക്കൊക്കെ അറിയാമായിരുന്നല്ലോ ഞാനും അനുപമയും തമ്മിലുള്ള റിലേഷൻ. ആ പേരും പറഞ്ഞ് ഇന്ന് തൻ്റെ വീട്ടിൽ കലഹം നടന്നു കഴിഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ട് എന്തിനാ എന്നെ വിവാഹം കഴിക്കുവാനായി താൻ സമ്മതം മൂളിയത്? ശിവ വൃന്ദയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. വെറുതെ ഒരു രസത്തിന് വരുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് കിടക്കണം. നെറ്റി ചുളിച്ചുകൊണ്ട് ഗൗരവത്തിൽ പറയുകയാണ് വൃന്ദ. ഇതിൻ്റെ മറുപടി 100% സത്യസന്ധമാണെന്ന് എനിക്ക് വ്യക്തമായ ശേഷം നമ്മൾ രണ്ടാളും ഇന്ന് കിടന്നുറങ്ങും. ഇത് പറയുന്നത് ശിവശങ്കറാണ്. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ ഇന്ന് തന്നെ എനിക്ക് തന്നേ പറ്റൂ. ഇരു കൈകളും നെഞ്ചിന് കുറുകെ പിടിച്ചുകൊണ്ട് അവൻ വൃന്ദയെ നോക്കി പറഞ്ഞു. കണ്ണേട്ടനോടെല്ലാം പറയാം, പക്ഷെ ഇത്തിരി സമയം തരണോ എനിക്ക്? ഒടുവിൽ സാവധാനം അവൾ പറയും. എത്ര സമയം വേണം അതാദ്യം പറയൂ. അത് എനിക്ക് തെളിവ് ലഭിക്കുന്നവരെ. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നാലോ? അത്രയൊന്നും ആവില്ല. ഏറ്റവും വേഗത്തിൽ ഞാൻ മറുപടി തരും. അവൾ പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും ശിവ പെട്ടെന്ന് തിരിഞ്ഞ് വൃന്ദയെ പിടിച്ചു നിർത്തി. അനുപമയെ സ്നേഹിച്ചിരുന്നു, വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു, ഒക്കെ സത്യമാണ്. പക്ഷേ ഈ താലി നിന്നിൽ അണിയിച്ചതു മുതൽ എൻ്റെ മനസ്സിലൊരു ഒറ്റ പെണ്ണേ ഉള്ളൂ. അത് നീയാണ്, നീ മാത്രം. അവൻ പറഞ്ഞു കഴിഞ്ഞതും വൃന്ദ മുഖമുയർത്തി അരികിലായി നിന്നവനെ നോക്കി. അവളെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരിക്കലും അരുതാത്തരായി ഒരു ബന്ധവുമില്ലായിരുന്നു. വിവാഹം കഴിക്കുന്ന പെണ്ണിൽ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുവാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പെണ്ണിൽ 100% വിശ്വാസം പുലർത്തുവാൻ എനിക്ക് സാധിക്കണമെങ്കിൽ അവൾ സത്യസന്ധയായിരിക്കണം, കളങ്കമില്ലാത്തവളായിരിക്കണം. അല്ലാതെ കണ്ടവൻ്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് വയറ്റിലുണ്ടാക്കിയിട്ട് ആ ജീവനെ നിഷ്പ്രയാസം വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് യാതൊരു ഉളുപ്പുമില്ലാണ്ട് എൻ്റെ കൂടെ കിടക്കാൻ വന്നാലുണ്ടല്ലോ, വീണ്ടും അവളെ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ. അവൻ പറയുന്ന കേട്ടുകൊണ്ട് ഞെട്ടിവിറച്ച് നിൽക്കുകയാണ് വൃന്ദ. നിനക്കിതറിയാമായിരുന്നു അല്ലേ വൃന്ദ? ശിവ ചോദിച്ചതും വൃന്ദ തലകുലുക്കി. നിന്റെ നാവിന്ന് ഇത് കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. നീ ഇത് തുറന്നു പറയുമെന്നും പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല, ഉണ്ടാവാനും പോകുന്നില്ല. എനിക്കത് ബോധ്യമായി കണ്ണേട്ടാ. അത് പിന്നെ ഞാൻ പെട്ടെന്ന് ശിവ കൈയെടുത്ത് വിലക്കി. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇനി അവളുടെ കാമുകൻ അതാരാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം നിന്നോട് ഈ കാര്യം സംസാരിച്ചത് നീ ആകെ തകർന്നു നിൽക്കുവാണെന്ന് എനിക്കറിയാം. ആ കൂടെ ഇനി നമ്മുടെ കാര്യങ്ങളോർത്ത് ടെൻഷൻ ആവണ്ട. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വെറുതെ ദേഷ്യപ്പിടിപ്പിക്കാനായിട്ടാണ് 1 വർഷം കഴിഞ്ഞാൽ പിരിഞ്ഞു പോയിക്കോണം, അത് കഴിഞ്ഞ് അനുപമയെ ഞാൻ കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയെങ്കിലും നീ ഒന്നും പറഞ്ഞിരുന്നെങ്കിലെന്ന് വെറുതെ ആഗ്രഹിച്ചു പോയി, അത്രമാത്രം. പെട്ടെന്നായിരുന്നു വൃന്ദ അവനെ ഇറുക്കി പുണർന്നത്. ആ നെഞ്ചിലേക്ക്. സോറി കണ്ണേട്ടാ, പറയാൻ എനിക്ക് പേടിയായിരുന്നു, അതാണ്. അല്ലാണ്ട് മനഃപൂർവ്വം ഒളിച്ചു വെച്ചതല്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് മാത്രമാണ് കണ്ണേട്ടനെ അവൾ ചതിക്കുവാണല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് പോലും സമ്മതിച്ചത്. നടന്ന കാര്യങ്ങൾ മുഴുവനും വൃന്ദ ഒന്നൊന്നായി അവനെ പറഞ്ഞു കേൾപ്പിച്ചു. ആ വ്യക്തി അയാൾ ആരായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ കണ്ണേട്ടൻ ദേവി ഇത് പ്രശ്നത്തിനൊന്നും പോകരുത്. അയാളെ നിനക്കറിയാമോ? അറിയാം. പക്ഷെ കണ്ണേട്ടൻ എനിക്ക് വാക്ക് തരണം. എന്തൊക്കെയായാലും തെളിവ് സഭ നമുക്കവരെ കൈയോടെ പിടിക്കണം. അല്ലാണ്ട് വേറെ വഴക്കിനും ബഹളത്തിനും ഒന്നും പോകാൻ ഇടയുണ്ടാക്കരുത്.
വാക്ക് തരുമോ? അവൾ തൻ്റെ വലതു കൈ അവൻ്റെ നേർക്ക് നീട്ടി. വാക്ക് തരുന്നു. ആരാണ് അയാൾ? അവൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിച്ചു. കണ്ണേട്ടൻ്റെ ഉറ്റ സുഹൃത്തായ കിഷോർ. അയാളും അനുപമയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ട്. വൃന്ദ പറയുന്ന കേട്ട് ശിവ തറഞ്ഞു നിൽക്കുകയാണ്. കിഷോർ? അപ്പോൾ അവനായിരുന്നു ആള്? ശിവ ചോദിച്ചതും വൃന്ദ തലകുലുക്കി. ആ കാര്യത്തിൽ വിശ്വസിക്കാൻ പോലും അവന് പ്രയാസം തോന്നി. പക്കാ ഡീസൻ്റായിട്ട് തൻ്റെ മുൻപിൽ നിന്നിരുന്നവൻ ഓഫീസിൽ വന്നാൽ പോലും അനുവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ല. എന്നിട്ട് രണ്ടും കൂടി എനിക്കിട്ടുണ്ടാക്കാൻ നിന്നു. കാണിച്ചു കൊടുക്കാം. കിഷോറാണെന്ന് ഉറപ്പല്ലേ വൃന്ദ? ഒന്നോടൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവൻ ചോദിച്ചു. അതെ, വൈശാഖ് എന്നോട് പറഞ്ഞത് ഇവളും കിഷോറും തമ്മിൽ ഒരുപാട് നാളായിട്ട് അടുപ്പമുണ്ടെന്നും ഹോട്ടലിൽ വരാറുണ്ടെന്നുമാണ്. രാത്രി വന്നാൽ പിന്നെ കാലത്തെ രണ്ടാളും ഒരുമിച്ചാണ് മടങ്ങിപ്പോകുന്നത്. ആഴ്ചയിൽ 2-3 ദിവസം അവൾ ചെല്ലാറുണ്ട്. വരട്ടെ, രണ്ടിനിട്ടും പണി കൊടുക്കാം. നല്ല സ്വയംഭം പണി. ശിവ ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തി. ഇനി കൂടുതലൊന്നും ചോദിച്ച് വെറുതെ സമയം മെനക്കെടുത്തേണ്ടെന്ന് അവൻ ഓർത്തു. നേരമൊപ്പം ഒരുപാട് വൈകിയിരുന്നു. വാടോ, കിടക്കാം, ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം. ശിവ വിളിച്ചതും വൃന്ദയും അവനോടൊപ്പം റൂമിലേക്ക് പോയി. ആ രാത്രിയിൽ ഒരുപോലെ കണ്ണടച്ചുറങ്ങാൻ രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നില്ല. കണ്ണേട്ടൻ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. വൃന്ദ അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അനുപമയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ കിഷോറാണെന്നുള്ളത് ശിവയും. ഉറങ്ങാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണവൻ. നേരം കുറേയായി കിടപ്പ് തുടങ്ങിയിട്ട്. കണ്ണേട്ട. വൃന്ദ തിരിഞ്ഞ് അവൻ്റെ നേർക്ക് കിടന്നു. എന്താടോ, ഉറങ്ങിയില്ലേ? ഏയ്. കണ്ണേട്ടന് ടെൻഷനായോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്? കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്കറിയായിരുന്നു. ഞാനതറിഞ്ഞതും അവളുടെ അമ്മയുടെ നാവിൽ നിന്നാണ്. മകൾക്ക് ഗർഭമുണ്ടാക്കി കൊടുത്തത് ഞാനാണെന്നും അവരുടെ ധാരണ. അനുപമയുടെ അമ്മ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ശിവ അവളോട് വിശദീകരിച്ചു. ആ സ്ത്രീക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും അല്ലേ കണ്ണേട്ട? ആവാം. എന്തായാലും അനുപമ ഓഫീസിലേക്ക് വരട്ടെ. കളികൾ ഞാൻ അവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. കണ്ണേട്ടൻ ഇപ്പോൾ ഉറങ്ങാൻ നോക്ക്, നേരം വെളുക്കാറായി. അവൾ പറഞ്ഞതും ശിവയും തിരിഞ്ഞ് വൃന്ദയ്ക്ക് അഭിമുഖമായി കിടന്നു. മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ അവൻ അവളെ നോക്കി, തൻ്റെ വലങ്കൈ കൊണ്ട്. എന്നിട്ട് അവളെ ചുറ്റിപ്പിടിച്ചു. പെട്ടെന്ന് വൃന്ദയൊന്ന് പതുങ്ങിക്കൂടി. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ലടോ. അവൻ മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. വൃന്ദയാണെങ്കിൽ മിഴികൾ അടച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. കള്ളിപ്പെണ്ണ്. ശിവ മനസ്സിൽ ഉരുവിട്ടു. എന്തൊക്കെയായാലും താൻ വൃന്ദയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ശിവയ്ക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഒരുപാട് സങ്കടത്തിലാണ് അവൾ കഴിഞ്ഞു പോകുന്നത്. അക്കാര്യം അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു തുറന്നു പറച്ചിൽ. എന്നാൽ ഏറ്റവും വലിയ സത്യം, അനുപമയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അത് കിഷോറാണെന്ന് മനസ്സിലാക്കിയതും ഈ സംസാരത്തിലൂടെയാണ്. മതി ആലോചിച്ചത്, കിടന്നുറങ്ങാൻ നോക്ക് കണ്ണേട്ട. വൃന്ദ ശബ്ദമുയർത്തിയതും ശിവ ഒരു നെടുവീർപ്പോടെ അവളെ അല്പം കൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അതിരാവിലെ തന്നെ ഷീലയും രമയുമൊക്കെ ഉറക്കമുണർന്നു. ഷീല എഴുന്നേറ്റിയെന്നും മുൻവശത്തെ വാതി തുറന്നപ്പോൾ ആദ്യ കിണറ്റുകരയിൽ നിന്ന് കുളിക്കുന്നതാണ് അവർ കണ്ടത്. എടാ മോനെ, നീ ഇത്ര വെളുപ്പിനെ എണീറ്റോടാ? മഹാദേവൻ്റെ അടുത്ത് ഒന്ന് തൊഴാൻ പോണം. നിർമാല്യം പറഞ്ഞുകൊണ്ടവൻ അടുത്ത തൊട്ടി വെള്ളവും കൂടി തലവഴി ഒഴിച്ചു. മതി, വെളുപ്പാങ്കാലത്ത് ഇത് എന്തൊരു കുളിയാടാ, വല്ല പനിയും പിടിക്കും നിനക്ക്. രമയപ്പച്ചി പറഞ്ഞതും ആദി അടുത്ത തൊട്ടി വെള്ളവും കൂടി കോരി ഒഴിച്ചു. എൻ്റെ അപ്പച്ചി, എത്രയോ കാലങ്ങളായിട്ടുള്ള ശീലമാ, ഇതൊന്നും മാറാൻ പോകുന്നില്ല, രക്തത്തിൽ അലിഞ്ഞു പോയതാ. പറഞ്ഞുകൊണ്ടവൻ തല തോർത്തിയ ശേഷം അഴയിൽ കിടന്ന ഒരു കാവിമുണ്ടെടുത്ത് ഉടുത്തു. തോർത്തു പിഴിഞ്ഞ് ദേഹത്തേക്ക് വിരിച്ചുകൊണ്ട് അവൻ ഉമ്മറത്തേക്ക് കയറി വന്നപ്പോൾ ശ്രീപ്രിയ എഴുന്നേറ്റ് വരുന്നുണ്ട്. അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കിയ ശേഷം ആദ്യം അവൻ്റെ മുറിയിലേക്ക് പോയി. രണ്ടാളും കൂടി നിർമാല്യം തൊഴുതിട്ട് വരട്ടെ അല്ലേ മേ? ദിവ്യ പറയുന്നത് ആദ്യം കേട്ടു. വേണ്ട വേണ്ട, താലികെട്ട് കഴിഞ്ഞിട്ട് മതി അതൊക്കെ. രമയപ്പച്ചിയായിരുന്നു മറുപടി കൊടുത്തത്. ഒരു ഷർട്ടെടുത്ത് ധരിച്ചുകൊണ്ട് ആദ്യം വേഗം ഇറങ്ങി വന്നിട്ട് ബൈക്കിൽ കയറി ഓടിച്ചു പോയി. തുടരും.